ഹേ മൈ ഗൈസ്, അങ്ങനെ കുറെ നാളത്തെ ലീവിന് ശേഷം നമ്മൾ വീണ്ടും കോളേജിലേക്ക് വന്നേ കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ചാടിയിട്ടാ. ഇനി കോളേജ് വരുന്നവർക്ക് വഴി തെറ്റാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ കോളേജിൽ കയറുന്ന ഭാഗത്ത് തന്നെ മാപ്പൊക്കെ വെച്ച് സെറ്റ് ആക്കി കേട്ടോ. ഞങ്ങളുടെ ബ്ലോക്കിന്റെ ഫ്രണ്ടിലാണ് ആർക്കിട്ട് റോഡൊക്കെ പണിയുണ്ട്. ഒരു 1.5 മാസം കാണാണ്ടിരുന്നതിന്റെ എല്ലാ പറച്ചിലും കഥയും പറയാനുള്ള സമയം കിട്ടുന്നു. ജീഫിനിസ്റ്റ് ജോൺ ഇവിടെ എന്തോ വലിയ ചർച്ചയിലട്ടാ. അതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിന് പുറത്തിറങ്ങിയപ്പോ വേസ്റ്റ് ഒക്കെ ഇതൊക്കെ ഇനി എത്ര നാൾ ഉണ്ടാവും എന്തോ. തേർഡ് ഇയേഴ്സ് പോയോണ്ട് തന്നെ പകുതി ക്ലാസ് എന്താ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാട്ടാ. എന്റെ മുന്നത്തെ ബ്ലോഗ് കാണുന്നവർക്ക് നാസിന് ഇപ്പൊ ചേഞ്ച് ഇല്ല. അതെന്താ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടാ. ഇവർക്ക് ഒരു മാറ്റമില്ല. അന്ന് ക്യാമറ ഓടിക്കുമ്പോഴും ഇന്ന് ക്യാമറ ഓടിക്കുമ്പോഴും ഒരേ എക്സ്പ്രഷനും ഒരേ കട്ടായി. ക്ലാസ് എല്ലാം കഴിഞ്ഞത് ഇതുപോലെ ടർഫിന്റെ അടുത്ത് പോയിരിക്കണം. വല്ലാത്ത സുഖാട്ടോ അതും മഴക്കാലത്ത്. സ്പോർട്സ് റൂമൊക്കെ ആകെ മാറിയെന്നേ. ഗ്രില്ലൊക്കെ ഇട്ട് ജയില് പോലൊക്കെ ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് വീടെത്തിയിട്ടേ കണ്ണാടി നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ ഫ്രണ്ട്സിൽ ജയറാമനെ പോലെ ഉണ്ട്. മുടിയൊക്കെ ആഘോഷമൊക്കെ മുടിയൊക്കെ ഒന്ന് വെട്ടാന്നേ. അങ്ങനെ മുടി വെട്ടി കഴിഞ്ഞപ്പോ കുറച്ച് ബെറ്റർ ആയി തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടാ. പിന്നെ പൊതുവെ നടക്കുന്ന കാര്യം പാതിരാത്രി ഒരു ചായ കുടി, അതും കൂട്ടുകാരോട്. അതൊരു വല്ലാത്തൊരു ഫീൽ ആട്ടാ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പോകാന്ന് വിചാരിച്ചപ്പോ യൂണിഫോം ഒക്കെ ഇട്ട് ഒരുത്ത് നിൽക്കുന്നു. ഈ പാതിരാത്രി എന്താ യൂണിഫോം ഇട്ട് നിൽക്കണെന്ന് അറിയോ? വീട് റെന്റ് നോക്കി നടന്ന് പാതിരാത്രി ഇത് ഇറങ്ങില്ല എന്ന് തോന്നുന്നു. 10 മണിക്ക് തന്നെ വീട്ടിൽ കയറട്ടെ, അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ സീനാട്ടാ. അപ്പൊ ഇനി നാളെ കാണാട്ടാ.